ഹായ്, ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് LPSCയിലും അതുപോലെ തന്നെ UPSCയിലും ചോദിക്കാൻ സാധ്യതയുള്ള കോശ കോശത്തെ കുറിച്ചിട്ടാണ്. അതുപോലെ കോശഭാഗങ്ങളെ കുറിച്ചിട്ടും അതുപോലെ കോശത്തിന്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യം കോശത്തെ ആരാണ് കണ്ടുപിടിച്ചത്? നമുക്കറിയാം കോശത്തെ കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക് ആണ്. അതായത് ലളിതമായ ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്താലാണ് അന്ന് റോബർട്ട് ഹുക്ക് ഈ കോശത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് കോശത്തിന്റെ ഉള്ളിൽ കുറെ കോശ അംഗങ്ങളുണ്ട്, അതുപോലെ കോശത്തിന്റെ ഘടനയുണ്ട്. അതൊന്നും അന്ന് റോബർട്ട് ഹുക്കിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കാരണം യൂസ് ചെയ്തിരുന്നത് എന്താണ്? ലളിതമായ മൈക്രോസ്കോപ്പ് ആണ്. അതുകൊണ്ട് അല്ലെങ്കിൽ സിമ്പിൾ മൈക്രോസ്കോപ്പ് ആണ്. അപ്പൊ അതുകൊണ്ട് റോബർട്ട് ഹുക്കിന് അതിന്റെ ഉള്ളിലുള്ള ഘടനയെ പറ്റിയൊന്നും പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ നന്നായി പഠിച്ചത് ബാക്കിയുള്ള സയന്റിസ്റ്റുകളാണ്. അതായത് റോബർട്ട് ബ്രൗൺ. കോശകേന്ദ്രത്തെ കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. അതുപോലെ അതിന് ന്യൂക്ലിയസ് എന്ന് പേരിട്ടതും റോബർട്ട് ബ്രൗൺ തന്നെയാണ്. ഇനി MJ ഷ്ലീഡൻ. റോബർട്ട് ബ്രൗൺ കണ്ടുപിടിച്ചത് 1831 അതുപോലെ MJ ഷ്ലീഡൻ ആണ് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത്. അത് 1838 ഇനി 1839, അതായത് MJ ഷ്ലീഡൻ കോശങ്ങൾ കണ്ടുപിടിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ തിയോഡോർ ഷ്വാൻ എന്ത് ചെയ്തു? ജന്തുകോശവും കണ്ടുപിടിച്ചു. ഇനി 1858 റുഡോൾഫ് ബൂഷോ ആണ് വിഭജിക്കുന്ന കോശങ്ങൾ നിരീക്ഷിച്ചത്. അതായത് കോശങ്ങൾ ഇപ്പം നമുക്കറിയാം, നമ്മൾ ഒരൊറ്റ കോശത്തു നിന്ന് ഉണ്ടായതാണ്. അതിനാണ് സിക്താണ്ഡം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾക്ക് ഇത്രയും ഇപ്പൊ മനുഷ്യരീരത്തിൽ നമുക്കറിയാം ഇപ്പോ മില്യൺസ് ഓഫ് കോശങ്ങൾ ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ഒരു കോശത്തു നിന്ന് ഇത്രയും ഉണ്ടായത്? അപ്പൊ അത് പഠിച്ചത് റുഡോൾഫ് ബൂഷോ ആണ്. അദ്ദേഹമാണ് കോശങ്ങൾ വിഭജിക്കുന്നത് നിരീക്ഷിച്ചത്. അങ്ങനെ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള നിഗമനം കൊണ്ടുവന്നത് റുഡോൾഫ് ബൂഷോ ആണ്. അത് 1858 നടന്നത്. പിന്നെ കോശത്തെ കുറിച്ച് പഠിക്കുന്ന ആ ഒരു ശാസ്ത്രശാഖയാണ് നമ്മൾ കോശവിജ്ഞാനീയം എന്നാണ് പറയുന്നത്. ഇത്രയാണ് ഇതിന്ന് മനസ്സിലാക്കാനുള്ളത്. ഒന്ന്, ഏറ്റവും ആദ്യം കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക് ആണ്. അത് ലളിതമായ മൈക്രോസ്കോപ്പിന്റെ ഹെൽപ്പോട് കൂടിയിട്ട്. പിന്നെ അതുപോലെ കോശവിജ്ഞാനീയം എന്നാണ് ഈ കോശത്തെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയെ പറയുന്നത്, അല്ലെങ്കിൽ സെൽ ബയോളജി. ഇനി ഇപ്പം ഏറ്റവും ആദ്യം കോശം കണ്ടുപിടിച്ച റോബർട്ട് ഹുക്ക് ആണെന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള ഘടനയെ പറ്റിയിട്ടൊന്നും ആർക്ക് പറയാൻ പറ്റിയിട്ടില്ല? റോബർട്ട് ഹുക്കിന് പറയാൻ പറ്റിയിട്ടില്ല. അത് കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ആണ്. റോബർട്ട് ബ്രൗൺ കണ്ടുപിടിച്ചത് ന്യൂക്ലിയസ് ആണ്. പിന്നെ MJ ഷ്ലീഡൻ സസ്യകോശം കണ്ടുപിടിച്ചു. തിയോഡോർ ഷ്വാൻ ജന്തുകോശം കണ്ടുപിടിച്ചു. റുഡോൾഫ് ബൂഷോ വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചു. അതുപോലെ തന്നെ ഓൾറെഡി അല്ലെങ്കിൽ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള നിഗമനം കൊണ്ടുവന്നത് റുഡോൾഫ് ബൂഷോ ആണ്. ഇനി അടുത്തത് കോശ സിദ്ധാന്തം, അതായത് കോശ സിദ്ധാന്തം അല്ലെങ്കിൽ സെൽ തിയറി. ഇപ്പം MJ ഷ്ലീഡനും തിയോഡോർ ഷ്വാനും പറഞ്ഞു സസ്യകോശം ജന്തുകോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞരെ. അപ്പൊ അവരുടെ തന്നെ ഒരു സിദ്ധാന്തമാണ് കോശ സിദ്ധാന്തം. ഇനി ഈ കോശ സിദ്ധാന്തത്തിൽ അവര് പറഞ്ഞിട്ടുള്ള രണ്ട് മുഖ്യ ആശയങ്ങളാണ്. ഒന്ന്, എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്. അതുപോലെ തന്നെ ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. ഓക്കെ, ഒന്നാമത്തെ കോശ ശരീരം, എല്ലാ മനുഷ്യ ശരീരവും അല്ലെങ്കിൽ എല്ലാ ജീവികളുടെ ശരീരവും നിർമ്മിച്ചിട്ടുള്ളത് കോശം കൊണ്ടാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ജീവികളുടെ ഘടനാപരവും, അതായത് ഇപ്പം തല മുതൽ കാല് വരെയും എന്താണ്? കോശങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഈ രണ്ട് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് കോശ സിദ്ധാന്തത്തിൽ. അപ്പൊ കോശ സിദ്ധാന്തം ആരാണ് കൊണ്ടുവന്നത്? MJ ഷ്ലീഡനും തിയോഡോർ ഷ്വാനുമാണ്. ഇനി കോശത്തിന്റെ ജീവധർമ്മങ്ങൾ എന്തെല്ലാം, അതാണ് അടുത്ത് നോക്കുന്നത്. അല്ലെങ്കിൽ കോശം ചെയ്യുന്ന കാര്യങ്ങൾ. അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു, അതുപോലെ തന്നെ പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു, അതുപോലെ തന്നെ ചെയ്യുന്ന ഒന്നാണ് ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു. ഇനി ഇപ്പൊ ഒരു സസ്യകോശം ഉണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് ഒരു സസ്യകോശം. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഏറ്റവും പുറം ഭാഗത്ത് എന്തുണ്ടാവും? ഏറ്റവും പുറം ഭാഗത്ത് കാണുന്നതാണ് എന്ത്? കോശഭിത്തി. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണ്. കോശഭിത്തിയാണ് ഏറ്റവും പുറം ഭാഗത്ത് ഉണ്ടാകുന്നത്. അത് കഴിയുമ്പോൾ കാണുന്നതാണ് കോശസ്തരം. ഓക്കെ, പിന്നെ കാണുന്നതാണ് കോശസ്തരം.
ഇനി കോശസ്തരം കഴിഞ്ഞ അതിൻ്റെ ഉള്ളിലാണ് ബാക്കിയുള്ള കോശ അംഗങ്ങളും അതുപോലെ തന്നെ മർമ്മവും കാണുന്നത്. അപ്പൊ മർമ്മം ഉണ്ട്, പിന്നെ കോശ അംഗങ്ങൾ എന്ന് പറയുന്നത് ഈ ഗോൾജി കോംപ്ലക്സ്, അതുപോലെ ഫാനം, പിന്നെ അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയോൺ, അതുപോലെ കോശദ്രവ്യം, പിന്നെ ഹരിതഗണം, പിന്നെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, റൈബോസോം, അതൊക്കെയാണ് എന്ത് കോശ അംഗങ്ങൾ. അപ്പൊ ഇതെല്ലാം കാണുന്നതും ഈ ഒരു കോശഭിത്തിയുടെ അതുപോലെ കോശസ്തരത്തിന്റെ ഉള്ളിലാണ്. ഇനി ഈ ഓരോ ഭാഗങ്ങളും എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇനി ഇപ്പൊ കോശ ഭിത്തി ഉണ്ട്, കോശസ്തരം ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി കോശസ്തരത്തിന്റെ ഉള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ഒരുമിച്ച് ചേർത്ത് പറയുന്നതാണ് ജീവദ്രവ്യം. ഇനി ഈ ഇപ്പോ മർമ്മം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മർമ്മം ഒഴികെ ബാക്കിയുള്ള ജീവദ്രവ്യത്തിന്റെ ഭാഗത്തെയാണ് കോശദ്രവ്യം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ടേം ആണ് ഇവിടെ വരുന്നത്, ഒന്ന് ജീവദ്രവ്യം, ഒന്ന് കോശദ്രവ്യം. അപ്പം കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളും ചേർത്ത് ജീവദ്രവ്യം എന്ന് പറയും. അതുപോലെ തന്നെ ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗമെല്ലാം ചേർത്ത് കോശദ്രവ്യം എന്നും പറയും. ഇനി ഇപ്പൊ ജീവന്റെ ധർമ്മങ്ങൾ, അതായത് ഇപ്പൊ നമ്മൾ ശ്വസിക്കുന്നു, അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ദഹന വ്യവസ്ഥ നടക്കുന്നുണ്ട്, ശ്വസന വ്യവസ്ഥ നടക്കുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം കൂടിയിട്ട് ജീവധർമ്മങ്ങൾ എന്ന് പറയാം. അപ്പൊ അതെല്ലാം ചെയ്യുന്നത് ആരാണ്? കോശ അംഗങ്ങളാണ്. അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഈ കോശത്തിനുള്ളിൽ കാണുന്ന കോശ അംഗങ്ങളാണ്. അവര് ഇപ്പം ദഹന വ്യവസ്ഥ അല്ലെങ്കിൽ ശ്വസന വ്യവസ്ഥ എന്ന് പറയുമ്പോൾ കോശങ്ങൾ തനിയെ നിന്നുകൊണ്ട് ഒരു കോശത്തിന് മാത്രമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കോശങ്ങളൊക്കെ ഒരുമിച്ച് കൂടി ചേർന്നിട്ട് എന്തുണ്ടാവും? കലകൾ ഉണ്ടാകും. കലകൾ ഒരുമിച്ച് കൂടുമ്പോൾ എന്തുണ്ടാവും? അവയവങ്ങൾ ഉണ്ടാകും. അവയവങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ എന്തുണ്ടാകും? അവയവ വ്യവസ്ഥകൾ ഉണ്ടാകും. അങ്ങനെയാണ് ഈ ശ്വസന വ്യവസ്ഥയും പിന്നെ അതുപോലെ ദഹന വ്യവസ്ഥയൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് നമ്മുടെ ആരോഗ്യം നമ്മൾ നിലനിർത്തുന്നത്. ഇനി ഇപ്പം കോശസ്തരത്തിനെ തന്നെ പറയുന്ന വേറൊരു പേരാണ് പ്ലാസ്മ സ്തരം. അപ്പം നമ്മൾ പറഞ്ഞു കോശഭിത്തി ഉണ്ട്, കോശസ്തരം ഉണ്ട്, പ്ലാസ്മ സ്തരം ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ കോശദ്രവ്യം എന്താന്ന് പറഞ്ഞു, ജീവദ്രവ്യം എന്താണെന്ന് പറഞ്ഞു, മർമ്മവും നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് സസ്യകോശത്തിലും ജന്തുകോശത്തിലും ഒരുപോലെ കാണുന്ന ചില കോശ അംഗങ്ങളുണ്ട്. അതിനെ പറ്റിയിട്ടാണ് അടുത്തത് പറയുന്നത്. അപ്പൊ മൈറ്റോകോൺട്രിയോൺ എന്ന് പറയുന്ന ഒരു കോശ അംഗമുണ്ട്. അതായത് മൈറ്റോകോൺട്രിയോൺ എന്താണ് ചെയ്യുന്നത് നോക്കാം. ഇത് സസ്യകോശത്തിലും ജന്തുകോശത്തിലും പൊതുവെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് മൈറ്റോകോൺട്രിയോൺ കോശത്തിലെ ഊർജ്ജ നിലയമാണ്. അതായത് ഒരു കോശത്തിന് ജോലി ചെയ്യാൻ വേണ്ടുന്ന ഊർജം കൊടുക്കുന്ന ആൾക്കാരാണ് ആര്? ഈ മൈറ്റോകോൺട്രിയോൺ. അതുപോലെ തന്നെ ഊർജം നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതും ഇതിലാണ്, അല്ലെങ്കിൽ ഇതിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഊർജ നിർമ്മാണവും അതുപോലെ ഊർജ സംഭരണവും നടക്കുന്നത്. ഇനി ഊർജ ആവശ്യം കൂടുതൽ ഉള്ള സ്ഥലങ്ങളാണ് കരള്, തലച്ചോറ്, പേശികള്, അവയൊക്കെ. അവിടെയാണ് കൂടുതലായിട്ട് എന്ത് കാണുന്നത്? ഈ മൈറ്റോകോൺട്രിയോൺ കാണുന്നത്. അവിടെയുള്ള കോശങ്ങളിലാണ് കൂടുതലായിട്ടും ഇത് കാണുന്നത്. ഇനി എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, അതായത് കോശത്തിന്റെ ഉള്ളിലെ സഞ്ചാരപാതയാണ് എന്ത്? ഈ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. അപ്പൊ സഞ്ചാരപാത എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പദാർത്ഥ സംവഹനം നടക്കുന്നത് ഇതിലൂടെയാണ്. ഇനി കോശത്തിന് ദൃഢതയും അതുപോലെ തന്നെ ആകൃതിയും നൽകുന്നത് ഈ ഒരു എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലമാണ്. അതുകൊണ്ട് തന്നെ അതിന് എന്ത് വിളിക്കും? കോശാസ്ഥികൂടം എന്നും വിളിക്കും. ഓക്കെ. ഇനി അടുത്തത് റൈബോസോം. റൈബോസോം എന്ന് പറയുന്നത് കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ്. അതുപോലെ തന്നെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തോട് ചേർന്നോ അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ ആണ് എന്തിനെ കാണുന്നത്? റൈബോസോമിനെ കാണുന്നത്. അത് സസ്യകോശത്തിലായാലും ജന്തുകോശത്തിലായാലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇനി ഫാനം. ഫാനം എന്ന് പറയുമ്പോൾ ടോണോപ്ലാസ്റ്റ് എന്നാണ് ഫാനത്തിന്റെ സ്തരത്തെ പറയുന്ന പേര്. ഫാനത്തിനും എന്തുണ്ട്? ഒരു സ്തരമുണ്ട്, അല്ലെങ്കിൽ ഒരു മെംബ്രെയിൻ ഉണ്ട്. അപ്പൊ അതിനെ പറയുന്ന പേരാണ് ടോണോപ്ലാസ്റ്റ്. ഇനി ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ ഇവയൊക്കെയാണ് ഈ ഫാനത്തിൽ സംഭരിച്ച് വെക്കുന്നവ. ഇനി ഗോൾജി കോംപ്ലക്സ് ഉണ്ട്. അതായത് രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം ഇവയൊക്കെയാണ് ഈ ചെറുസഞ്ചികളിലാക്കിയിട്ട് ഇവര് സൂക്ഷിക്കുന്നത്. ഇനി ഗ്രന്ഥി കോശങ്ങളിലാണ് കൂടുതലായിട്ട് ഗോൾജി കോംപ്ലക്സ് കാണുന്നത്. അതായത് ഇപ്പം എൻസൈംസ്, ഹോർമോൺസ്, പിന്നെ അതുപോലെ മ്യൂക്കസ്, അതൊക്കെയാണ് ഇവര് എന്ത് ചെയ്യുന്നത്? എടുത്തു വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്കറിയാം
ഈ ഹോർമോൺസ് ഒക്കെ ഉണ്ടാക്കുന്നത് എന്താണ്? ഗ്ലാൻസ് ആണ്. അപ്പൊ അതിനാണ് ഗ്രന്ഥി കോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് അതിന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന സെല്ലുകളിൽ അല്ലെങ്കിൽ കോശങ്ങളിലായിരിക്കും കൂടുതലായിട്ട് എന്ത് കാണുന്നത്? ഗോൾജി കോംപ്ലക്സ് കാണുന്നത്. അപ്പൊ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയായിരുന്നു ഒരു കോശത്തിന്റെ അല്ലെങ്കിൽ ഒരു സസ്യകോശത്തിന്റെ ചില കോശ അംഗങ്ങൾ. ഇത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് ഏതായിരുന്നു? റൈബോസോം, ഇത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഇത് മൈറ്റോകോൺട്രിയം, ഇത് ഗോൾജി കോംപ്ലക്സ്, ഇത് സേനം. ഓക്കെ, ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അതാണ് ന്യൂക്ലിയസ്. ഇപ്പൊ ന്യൂക്ലിയസും എന്തുണ്ട്? രണ്ട് സസ്യകോശത്തിലായാലും ജന്തുകോശത്തിലായാലും കാണുന്നതാണ് എന്ത്? ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം. ഓക്കെ, മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ്. ഇനി ഈ മർമ്മം എന്ന് പറയുന്നത് കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണ്. കോശത്തിന്റെ ഉള്ളിലെ അസംഖ്യമായിട്ടുള്ള ജീവപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇതെന്ത് ചെയ്യണം? നിയന്ത്രിക്കാൻ ആരെങ്കിലും വേണം, അല്ലെങ്കിൽ ഇതൊക്കെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ ആരെങ്കിലും വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒന്നാണ് എന്ത്? മർമ്മം. അപ്പൊ മർമ്മം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജീവപ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതാണ് ആര്? മർമ്മം. ഇനി കോശത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനാൽ കോശത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ മാംസ തന്മാത്രകൾക്ക് പങ്കുണ്ട്. ഇനി ഇവയുടെ നിർമ്മാണം നടക്കുന്നത് മർമ്മത്തിലെ ക്രൊമാറ്റിൻ ജാലികയിലെ ജീനുകളുടെ നിയന്ത്രണത്തിലാണ്. ഇനി അതിനാൽ മർമ്മം കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണെന്ന് പറയാം. ഇനി ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് മർമ്മത്തെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതായത് മർമ്മം എന്ന് പറയുമ്പോൾ അതിന് 5 ഭാഗങ്ങളാണ് ഉള്ളത് മർമ്മത്തിന്റെ ഘടനയിൽ. അപ്പൊ ഏറ്റവും പുറമെ കാണുന്നത് എന്താണ്? മർമ്മസ്തരം അല്ലെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ. മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരുപാളികളുള്ള സ്ഥലമാണ് എന്ത്? മർമ്മസ്തരം. ഇനി ആ മർമ്മസ്തരത്തിൽ തന്നെ കുറെ മർമ്മരന്ധ്രങ്ങളുണ്ട്. ഓക്കെ, മർമ്മരന്ധ്രങ്ങളുണ്ട്. അപ്പൊ അതാണ് മർമ്മസ്തരത്തിലെ സുഷിരങ്ങളാണ് എന്ത്? മർമ്മരന്ധ്രങ്ങൾ. ഇനി മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നവരാണ് ഈ മർമ്മരന്ധ്രങ്ങൾ. ഇനി ഇതിനുള്ളിൽ കാണുന്ന ഒന്നാണ് മർമ്മദ്രവ്യം. മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് എന്ത്? മർമ്മദ്രവ്യം. അപ്പൊ നമ്മൾ കോശത്തിന്റെ ഉള്ളിലെ ദ്രാവക ഭാഗം പറഞ്ഞു, കോശദ്രവ്യം. അതുപോലെ മർമ്മത്തിനുള്ളിലുള്ള ദ്രാവക ഭാഗമാണ് എന്ത്? മർമ്മദ്രവ്യം. മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നത് ഈ ഒരു മർമ്മദ്രവ്യത്തിലാണ്. ഇനി മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും എന്താണെന്ന് നോക്കാം. മർമ്മകം എന്ന് പറയുന്നത് ഗോളാകൃതിയിൽ കാണപ്പെടുന്നവയാണ്. ഇവ റൈബോസോം നിർമ്മാണത്തിനാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. ഇനി ക്രൊമാറ്റിൻ ജാലിക എന്താന്ന് നോക്കാം. ഇപ്പൊ മർമ്മദ്രവ്യത്തിൽ വലകണികകൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നതാണ് ഈ ക്രൊമാറ്റിൻ ജാലികകൾ. അതുപോലെ തന്നെ ക്രൊമാറ്റിൻ ജാലികയിൽ കണ്ടുവരുന്ന ഒന്നാണ് എന്ത്? ജീനുകൾ. അപ്പൊ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇപ്പൊ നമുക്ക് നമ്മുടെ ജീവികളെ വേണമെങ്കിൽ ഈ ഒരു മർമ്മം ഉള്ളതും ഇല്ലാത്തതും, ഇപ്പൊ കോശത്തിൽ മർമ്മം ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ജീവികളുണ്ട്. അപ്പം ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ ഇവയുടെ കോശത്തിലൊന്നും മർമ്മമില്ല. അപ്പൊ അവയെ വിളിക്കുന്ന പേരാണ് പ്രോകാരിയോട്ടുകൾ. അതുപോലെ തന്നെ അമീബ, ജന്തുക്കള്, സസ്യങ്ങള് ഇവയുടെ കോശത്തിനുള്ളിൽ ഒരു മർമ്മകമുണ്ട്. അപ്പൊ അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂക്കാരിയോട്ടുകൾ. അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ചില കാര്യങ്ങൾ, ചില ഇപ്പം കോശ അംഗങ്ങള് സസ്യകോശത്തിൽ മാത്രം കാണുന്നവയും ചില കോശാംഗങ്ങള് ജന്തുകോശത്തിൽ മാത്രം കാണുന്നവയുമാണ്. അപ്പൊ അതേതാണെന്നാണ് ഇനി അടുത്ത് നോക്കുന്നത്. ഇത്രയും നമ്മൾ പറഞ്ഞത് 5 കോശാംഗങ്ങളെ കുറിച്ച് പറഞ്ഞു. അവരും മർമ്മവും രണ്ടും സസ്യകോശത്തിലും ജന്തുകോശത്തിലും ഒരുപോലെ കാണുന്നവയാണ്. ഇനി രണ്ടിലും വ്യത്യസ്തമായി കാണുന്ന കോശാംഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ജീവസ്തരങ്ങൾ ഉണ്ട്. അതായത് കോശത്തിന് ഒരു സ്തരാവരണം ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ഓക്കെ, കോശത്തിന്റെ സ്തരാവരണത്തെ നമ്മൾ എന്താണ് പറഞ്ഞത്? കോശസ്തരം. ഈ ആവരണമാണ് കോശത്തെ സമീപ കോശങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത്. അല്ലെങ്കിൽ അതെന്ത് ചെയ്യും? കെട്ടുപിണഞ്ഞു പോകും. ഇനി കോശത്തിന് മാത്രമല്ല മർമ്മത്തിനും മിക്ക കോശാംഗങ്ങൾക്കും സ്തരാവരണം ഉണ്ട്. അപ്പൊ മർമ്മത്തിൻ്റെന്ന് നമ്മൾ പറഞ്ഞു മർമ്മസ്തരം. പിന്നെ അതുപോലെ തന്നെ ഫാനത്തിനുണ്ട് നമ്മൾ പറഞ്ഞു ടോണോപ്ലാസ്റ്റ്. കോശങ്ങൾ തമ്മിലും കോശ അംഗങ്ങളും കോശദ്രവ്യവും തമ്മിലുള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നതിനാണ് ഈ ജീവസ്തരങ്ങൾ. അല്ലെങ്കിൽ ജീവസ്തരങ്ങളുടെ ഉപയോഗമാണ് എന്ത്?
പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുക എന്നുള്ളത്. ഇനി ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്നതിനാൽ ഈ കോശസ്തരങ്ങൾ വരണധാര്യസ്തരങ്ങൾ എന്നറിയപ്പെടുന്നു. അതും ഓർത്തു വെക്കുക. ജീവസ്തരങ്ങൾ എല്ലാതും ഒരുവിധം എന്താണ്? വരണധാര്യസ്തരങ്ങളാണ്. ഇനി സസ്യകോശത്തിൽ മാത്രം കാണുന്ന ഒരു കോശാംഗത്തെ പരിചയപ്പെടാം. അപ്പൊ സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു കോശാംഗമാണ് എന്ത്? ജൈവകണങ്ങൾ, അല്ലെങ്കിൽ പ്ലാസ്റ്റിഡ്സ് എന്ന് പറയാം. ഈ ജൈവകണങ്ങൾ 3 തരത്തിലാണുള്ളത്. വർണ്ണകണം, അതുപോലെ തന്നെ ഹരിതകണം, ശ്വേതകണം. വർണ്ണകണത്തിന് നമുക്ക് ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയാം, ഹരിതകണത്തിന് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയാം, ശ്വേതകണത്തിന് ലൂക്കോപ്ലാസ്റ്റ് എന്നും പറയാം. ഇനി പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നത് ഹരിതകണമാണ്. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. വർണ്ണകണങ്ങളാണ് പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം കൊടുക്കുന്നത്. ഇനി വർണ്ണകണത്തിലെ ചില വർണ്ണകങ്ങളാണ്, വർണ്ണകണത്തിൽ കാണുന്ന ചില വർണ്ണകങ്ങളാണ് എന്ത്? സാന്തോഫിൽ, മഞ്ഞ നിറം കൊടുക്കും. കരോട്ടിൻ ഉണ്ടെങ്കിൽ എന്ത് കൊടുക്കും? മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം കൊടുക്കും. പിന്നെ അപ്പോൾ നമുക്കറിയാം ക്യാരറ്റിൽ കാണുന്നത് എന്തായിരിക്കും? കരോട്ടിൻ ആയിരിക്കും. ഇനി ആന്തോസയാനിൻ, ചുവപ്പ് അല്ലെങ്കിൽ പർപ്പിൾ നിറങ്ങൾ കൊടുക്കുന്നത് ആന്തോസയാനിനാണ്. ഓക്കെ, അപ്പം ഇവയുടെ ഏറ്റക്കുറച്ചിലാണ് സസ്യഭാഗങ്ങൾക്ക് വിവിധ നിറങ്ങൾ നൽകുന്നത്, അല്ലെങ്കിൽ വിവിധ നിറങ്ങളായിട്ട് സസ്യഭാഗങ്ങൾ കാണുന്നത് ഇവയുടെ ഏറ്റക്കുറച്ചിൽ കാരണമാണ്. ഇനി പ്രത്യേക നിറമില്ലാത്ത ജൈവ കണങ്ങളാണ് ശ്വേതകണങ്ങൾ. അവർക്ക് നിറമൊന്നുമില്ല. ഇനി ഇപ്പം ഹരിതകണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾക്കറിയാം, ഒരു ഇല എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറം ഭാഗവും ഉൾഭാഗവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പുറം ഭാഗം ഏറ്റവും കടുത്ത നിറത്തിലും ഉൾഭാഗം കുറച്ച് നേർത്ത നിറത്തിലും, അല്ലെങ്കിൽ അത്രയും കട്ടി കുറഞ്ഞ നിറത്തിലും ആയിരിക്കും കാണുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? അതായത് ഇപ്പം ഇലയുടെ പുറം ഭാഗം കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ആഹാരം പാകം ചെയ്യുന്നത്. അതായത് ആഹാരം പാകം ചെയ്യുന്നതിനുള്ള സൂര്യപ്രകാശം അവർ വലിച്ചെടുക്കുന്നത്. അപ്പൊ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഹരിതകണങ്ങൾ ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് മേൽഭാഗത്തുള്ള ഇലകളുടെ മേൽഭാഗത്ത് ഏറ്റവും കൂടുതൽ കടുത്ത നിറം, അല്ലെങ്കിൽ കടും പച്ച നിറത്തിൽ കാണുന്നത്. അപ്പൊ ഏറ്റവും കടും പച്ച നിറത്തിൽ കാണാൻ കാരണം എന്താണ്? ഹരിതകണങ്ങൾ കൂടുതലായിട്ട് ഉള്ളത് കൊണ്ടാണ്. ആ ഹരിതകണങ്ങൾ കൂടുതലായിട്ട് എന്തുകൊണ്ടാണ് ആ ഒരു മേൽഭാഗത്ത് മാത്രം ഉള്ളത്? അവർക്ക് സൂര്യപ്രകാശം പിടിച്ചു വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, അതായത് ആഹാരം പാകം ചെയ്യാൻ. ഇനി ഇപ്പം പ്രത്യേകിച്ച് നിറമില്ലാത്ത ജൈവകണങ്ങളാണ് ശ്വേതകണങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു. ആഹാര വസ്തുക്കളുടെ സംഭരണം നൽകുന്ന കോശങ്ങളിൽ ശ്വേതകണങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. ആഹാരം സംഭരിച്ചു വെച്ചിരിക്കുന്ന കോശങ്ങളിൽ. പാകമാകുന്നതനുസരിച്ച് ഫലങ്ങളിലെ ഹരിതകണങ്ങൾ എന്താകും? വർണ്ണകണങ്ങളായി മാറുന്നു. ഹരിതകണങ്ങൾ എന്തായി മാറുന്നു? വർണ്ണകണങ്ങളായിട്ട് മാറുന്നു. അപ്പൊ അന്നജം പഞ്ചസാരയായിട്ടും മാറുന്നു. അങ്ങനെയാണ് പഴങ്ങളുടെ നിറം മാറ്റവും രുചി മാറ്റവും നടക്കുന്നത്. ആദ്യം ഹരിതകണം വർണ്ണകണങ്ങളായിട്ട് മാറും ചെയ്യും, അതുപോലെ തന്നെ അന്നജം പഞ്ചസാരയായിട്ട് മാറും ചെയ്യും. അങ്ങനെയാണ് നിറമാറ്റവും രുചിമാറ്റവും നടക്കുന്നത്. അതിന്റെ പിന്നിലുള്ള രഹസ്യം അതാണ്. അപ്പൊ നമുക്കറിയാം, ജൈവകണങ്ങൾ എന്ന് പറയുന്നത് സസ്യകോശത്തിൽ മാത്രം കാണുന്ന ഒരു കോശാംഗമാണ്. അപ്പൊ ജൈവകണങ്ങൾ പലതരത്തിലുണ്ട്. അതായത് 3 തരമുണ്ട്: വർണ്ണകം, ഹരിതകണം, കോശകണം. വർണ്ണകണം, ഹരിതകണം, ശ്വേതകണം. ഓക്കെ, ശ്വേതകണം. ഇനി പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് എവിടെയാണ്? ഹരിതകണത്തിലാണ്. വർണ്ണകങ്ങളാണ് പൂക്കൾക്കും ഫലങ്ങൾക്കും നിറം കൊടുക്കുന്നത്. പിന്നെ ശ്വേതകണം എന്താണ് ചെയ്യുന്നത്? പ്രത്യേകിച്ച് കളർ ഒന്നുമില്ല. അവരെന്ത് ചെയ്യും? ആഹാര വസ്തുക്കൾ സംഭരിച്ചു വെക്കും. പാകമാകുന്നതനുസരിച്ച് എന്തുണ്ടാകും? ഫലങ്ങളിലെ ഹരിതകണം വർണ്ണകണമായിട്ട് മാറും. അപ്പൊ അവിടെ നിറങ്ങൾ ഉണ്ടാകും. അന്നജം പഞ്ചസാരയായിട്ട് മാറും. അപ്പൊ അവിടെ രുചി ഉണ്ടാകും. ഇനി വർണ്ണകണത്തിലെ വർണ്ണകങ്ങളാണ് എന്തൊക്കെ? സാന്തോഫിൽ, കരോട്ടിൻ, ആന്തോസയാനിൻ. ഇതൊക്കെയാണ് അവിടെ ഓർമ്മിച്ചു വെക്കേണ്ട കുറച്ച് കീ പോയിന്റ്സ്. ഇനി അടുത്തത് ജന്തുകോശത്തെ പറ്റി പഠിക്കാം. അപ്പൊ ജന്തുകോശം എന്ന് പറയുമ്പോൾ അതിലുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് അതിലുള്ള കോശ അംഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ജന്തുകോശത്തിൽ നമുക്കറിയാം ഒരു കോശസ്തരം ഉണ്ടായിരിക്കും. ഇപ്പൊ നമുക്കറിയാം സസ്യകോശം ജന്തുകോശം തമ്മിലുള്ള വ്യത്യാസം. ആദ്യത്തെ ഒരു വ്യത്യാസമാണ് ജന്തുകോശത്തിന് കോശഭിത്തി ഇല്ല. അവർക്ക് കോശസ്തരം മാത്രമാണ് ഉള്ളൂ. ഇതിന്റെ ഉള്ളിലുള്ള ഭാഗങ്ങളെ നമ്മൾ എന്ത് പറയും? കോശദ്രവ്യം, അല്ലെങ്കിൽ കോശദ്രവ്യം എന്ന് പറയും. ആ കോശദ്രവ്യത്തിൽ കാണുന്ന കോശ അംഗങ്ങൾ, അവരെയാണ് നമ്മൾ വിളിക്കുന്നത് പേര് കോശ അംഗങ്ങൾ എന്നാണ്. അത് ഏതൊക്കെയാ നോക്കാം. മർമ്മം ഒഴികെയുള്ളതാണ് കോശാംഗങ്ങൾ. അപ്പൊ അത് ഏതൊക്കെയാണ്?
എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഗോൾജി കോംപ്ലക്സ്, മൈറ്റോകോൺഡ്രിയം, കോശദ്രവ്യം നമ്മൾ പറഞ്ഞു, റൈബോസോം. ഇനി നമ്മൾ സസ്യകോശത്തിൽ പറയാത്ത രണ്ട് കോശ അംഗങ്ങൾ ജന്തുകോശത്തിൽ കാണുന്നുണ്ട്. അതൊന്ന് ലൈസോസോം, ഒന്ന് സെൻട്രോസോം. അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പം 5 കോശാംഗങ്ങൾ സസ്യകോശത്തിലും ജന്തുകോശത്തിലും ഒരുപോലെ കാണുന്നതാണ്. ഫേനമൊക്കെ, ഫേന രണ്ടിലും കാണുന്നതാണ്. ഇനി ജന്തുകോശത്തിൽ മാത്രം കാണുന്ന രണ്ടെണ്ണമാണ് ലൈസോസോമും സെൻട്രോസോമും. ഇപ്പൊ സെൻട്രോസോം എന്ന് പറയുന്നത് ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ്. ഇനി കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് സെൻട്രോസോമിലാണ്. അപ്പൊ സെൻട്രോസോമിൽ കാണപ്പെടുന്നതാണ് എന്ത്? സെൻട്രിയോസോൾ. അപ്പം ഈ സെൻട്രിയോസോൾ എന്തിനാണ് സഹായിക്കുന്നത്? കോശവിഭജനത്തിന്. ഇനി ലൈസോസോം എന്ന് പറയുന്നത് കോശത്തിനുള്ളിലോട്ട് കുറെ അന്യവസ്തുക്കളെ പ്രവേശിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രവേശിച്ചിട്ടുള്ള അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു കോശ അംഗം ആണ് ലൈസോസോം. അത് ജന്തുകോശത്തിൽ മാത്രമാണ് കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് ജന്തുകോശത്തിൽ മാത്രം കാണുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞ്, ലൈസോസോമും സെൻട്രോസോമും. ഇനി സസ്യകോശത്തിൽ മാത്രം കാണുന്നത് ഏതൊക്കെയാണ്? കോശഭിത്തി, ഹരിതഗണം, വർണ്ണഗണം, ശ്വേതഗണം. ഓക്കെ, ഇനി രണ്ടിലും കാണുന്നത് ഏതൊക്കെയാണ്? മർമ്മം കോശസ്തര രണ്ടിലുണ്ട്. അതുപോലെ തന്നെ റൈബോസോം, മൈറ്റോകോൺഡ്രിയോൺ, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഫാനം, അതുപോലെ തന്നെ പിന്നൊന്നാണ് ഗോൾജി കോംപ്ലക്സ്. ഇത് രണ്ടും എന്തിൽ കാണും? സസ്യകോശത്തിലും ജന്തുകോശത്തിലും ഒരുപോലെ കാണും. അപ്പൊ സസ്യകോശം ജന്തുകോശം അതിന്റെ ഘടനയെ പറ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇപ്പം നമുക്കറിയാം, നമ്മുടെ മനുഷ്യ ശരീരത്തില് ഒരു കോശം മാത്രമല്ല ഒന്നിൽ കൂടുതൽ കോശങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. ഈ കോശങ്ങളൊക്കെ തന്നേക്ക് നിൽക്കുകയാണോ ചെയ്യുന്നത്? അല്ലെങ്കിൽ തനിച്ചാണോ ഓരോ ജീവപ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? അല്ല. ഇപ്പൊ കോശങ്ങളൊക്കെ കൂടി ഒരുമിച്ച് ചേർന്നിട്ട് എന്തുണ്ടാകുന്നുണ്ട്? കലകൾ രൂപപ്പെടുന്നുണ്ട്. ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് എന്ത്? കലകൾ. ഇപ്പൊ ബഹുകോശ ജീവികളായ ജന്തുക്കളിലും സസ്യങ്ങളിലും വിവിധ ഇനം കലകളുണ്ട്. ഓക്കെ, ഇനി വൈവിധ്യമാർന്ന ശാരീരിക ധർമ്മങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കുന്നതിനാണ് ഈ കലകൾ സഹായിക്കുന്നത്, അല്ലെങ്കിൽ കലകൾ പ്രവർത്തിക്കുന്നത്. ഇനി ഏതൊക്കെയാണ് കലകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മനുഷ്യന്മാര് അല്ലെങ്കിൽ ജന്തുക്കളൊക്കെ ഉണ്ടാകുന്നത് ആദ്യത്തെ ഒരൊറ്റ കോശത്തിൽ നിന്നാണ്. അതാണ് എന്ത്? സിക്താണ്ഡം. അതിൽ നിന്ന് കോശ വൈവിധ്യവൽക്കരണമൊക്കെ വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ശരീരം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയുള്ള വേറെ ഒന്നാണ് വിത്തുകോശങ്ങൾ. അതായത് ഏതു കോശമായിട്ടും മാറാൻ വേണ്ടി കഴിവുള്ള സവിശേഷ കോശങ്ങളെയാണ് വിത്തുകോശങ്ങൾ അല്ലെങ്കിൽ സ്റ്റെം സെൽ എന്ന് പറയുന്നത്. ഇവ മൂലകോശങ്ങൾ എന്നും അറിയപ്പെടുന്നു. ദീർഘമായ വൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെയാണ് വിത്തുകോശങ്ങൾ മറ്റു കോശങ്ങളായി രൂപാന്തരപ്പെടുന്നത്. വിത്തുകോശങ്ങൾക്ക് വിഭജനത്തിലൂടെ മറ്റു കോശങ്ങളായി മാറാനോ വിത്തുകോശങ്ങൾ തന്നെയായി തുടരാനോ ഉള്ള കഴിവുണ്ട്. അപ്പൊ രണ്ട് കഴിവ് അവർക്കുണ്ട്. കലകളിലെ കോശങ്ങൾ നശിക്കുമ്പോൾ അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് ഈ വിത്തുകോശങ്ങളിൽ നിന്നാണ്. മജ്ജ, ത്വക്ക്, അന്നപദം മുതലായ ശരീരഭാഗങ്ങളിലെല്ലാം വിത്തുകോശങ്ങളുണ്ട്. ഇനി ഗവേഷണശാലകളിലെ സവിശേഷ സാഹചര്യത്തിൽ വിത്തുകോശങ്ങളിൽ നിന്ന് അഭിലഷണീയമായ കോശങ്ങൾ രൂപപ്പെടുത്താൻ ഇന്ന് ശാസ്ത്രലോകത്തിന് കഴിയും. ബയോടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ പുതിയ പുതിയ കോശങ്ങൾ എവിടെ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റും? ലബോറട്ടറിയിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി രക്താർബുദം, പ്രമേഹം, പാർക്കിൻസൺസ് രോഗം എന്നിവയുടെയും ചികിത്സയിൽ കൃത്രിമമായ അവയവങ്ങൾ രൂപപ്പെടുത്തുന്നതിനും വിത്തുകോശ ഗവേഷണം വൻ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ കാര്യത്തിലൊക്കെയാണ് ഇപ്പൊ വിത്തുകോശത്തെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് രക്താർബുദം, പ്രമേഹം, പാർക്കിൻസൺസ് ഒക്കെ വന്ന എങ്ങനെ വിത്തുകോശം വെച്ചിട്ട് ഇതിനൊക്കെ ചികിത്സിക്കാം, അതുപോലെ തന്നെ വിത്തുകോശങ്ങൾ വെച്ചിട്ട് എങ്ങനെ അവയവങ്ങൾ ഉണ്ടാക്കാം, കൃത്രിമ അവയവങ്ങൾ ഉണ്ടാക്കാം, അതൊക്കെയാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഏതൊക്കെയാണ് കുറെ കലകളുണ്ട്, കുറെ ഇനം കലകളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ് ആ കലകൾ എന്ന് നോക്കാം.
അപ്പം ആദ്യത്തെ പറയുന്നത് ആവരണ കലയാണ്. അതായത് ശരീരത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന കലയെ പറയുന്ന പേരാണ് ആവരണ കല. ഇപ്പൊ കലകൾ എന്നുണ്ടെങ്കിൽ നമുക്കറിയാം കോശങ്ങൾ ഒരുമിച്ച് ചേർന്നുണ്ടാകുന്നതാണ് എന്ത് കലകൾ. ഒരേ കോശത്തിൽ നിന്ന് വിഭജിച്ചു വന്നിട്ടുള്ള കോശങ്ങൾ, ഒരേ ധർമ്മം ചെയ്യുന്ന കോശങ്ങൾ, അവ ഒന്നിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, കലകൾ ഉണ്ടാകുന്നത്. അപ്പൊ ശരീരത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന കലയാണ് ആവരണ കല എന്ന് പറയുന്നത്. ഇനി അന്നപദത്തിന്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്ന കലയും ഈ ആവരണ കലയാണ്. ഓക്കെ. ഇനി സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങളാണ് ആവരണ കല ചെയ്യുന്നത്. ഓക്കെ. ഇനി നാഡീകലകൾ അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂ എന്താന്ന് നോക്കാം. അതായത് ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കലകളാണ് നാഡീകലകൾ. ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന രാസമാറ്റങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നവയാണ് ഈ നാഡീകലകൾ. നാഡീകലകൾ എവിടെയാണ് കാണുക? നമ്മുടെ തലച്ചോറിലാണ് നാഡീകലകൾ കാണുന്നത്. ഇനി കലകൾ ഏറ്റവും കൂടുതൽ കാണുന്നത് തലച്ചോറിലാണ് എന്നുണ്ടെങ്കിലും നമ്മുടെ ബാക്കിയുള്ള ശരീരത്തിൽ ഈ നാഡീകലകൾ കാണുന്നുണ്ട്. കാരണം തലച്ചോറിൽ നിന്നുമുള്ള ഇപ്പോൾ ആവേഗങ്ങളും അതുപോലെ തന്നെ ഇൻഫോർമേഷൻസും ബാക്കിയുള്ള ശരീരഭാഗത്തോട്ട് എത്തിക്കുന്നത് ഈ നാഡീകലയും നാഡികളും ഉൾച്ചേർന്നിട്ടാണ്. ഇനി അടുത്തത് പേശികല. പേശികല എന്ന് പറയുന്നത് മസ്കുലാർ ടിഷ്യൂ ആണ്. ഇപ്പം സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനുമുള്ള കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്ന കലകളെയാണ് പേശികലകൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കൈകൾ നിവർത്താനും മടക്കാനൊക്കെ പറ്റുന്നത്. കൈകൾ മാത്രമല്ല, ബാക്കിയുള്ള നമ്മുടെ ശരീരഭാഗങ്ങൾ. അപ്പൊ ശരീരചലനം സാധ്യമാകുന്നത് ഈ പേശികലയുടെ സഹായത്താലാണ്. ഇനി അടുത്തതാണ് യോജക കലകൾ. യോജക കലകൾ മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി പ്രവർത്തിക്കുകയോ ചെയ്യുന്ന കലകളാണ് യോജക കലകൾ. അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം എന്നിവയൊക്കെയും എന്താണ്? യോജക കലകളാണ്. അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും കൊടുക്കുന്നു. നാരുകല എന്താണ് ചെയ്യുന്നത്? ഇതര കലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇനി പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ കൊടുക്കുന്നതാണ് ആര്? രക്തം. രക്തം എന്ന് പറയുന്നതും ഒരു യോജക കലയാണ്. അപ്പൊ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇപ്പൊ നമുക്ക് അടുത്തത് നോക്കുന്നത് സസ്യത്തിലുള്ള കലകളെ പറ്റിയിട്ടാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ജന്തുക്കലകളെ പറ്റിയിട്ടാണ്. ഇനി സസ്യത്തിൽ കാണുന്ന കലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെരിസ്റ്റമിക കലകൾ അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. സസ്യത്തിൽ കാണ്ഡത്തിന്റെയും വേരിന്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേകതരം കോശങ്ങൾ ആണ് മെരിസ്റ്റമിക കോശങ്ങൾ. ഇവയെല്ലാം ചേർന്നുണ്ടാകുന്ന കലകളാണെങ്കിൽ മെരിസ്റ്റമിക കലകൾ. ഇവയുടെ ത്വരിതഗതിയിലുള്ള വിഭജനം സസ്യ വളർച്ചയ്ക്ക് കാരണമാകുന്നു. ഇപ്പൊ നമുക്കറിയാം സസ്യങ്ങള് ഇപ്പം മുകളിൽ നിന്നും അതുപോലെ തന്നെ വേരിൽ നിന്നുമാണ് വളരുന്നത്. ഒരിക്കലും നടുഭാഗത്തു നിന്നും വളരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരമാണ് മെരിസ്റ്റമിക കലകൾ കാണുന്നത് സസ്യത്തിന്റെ കാണ്ഡത്തിന്റെയും വേരിന്റെയും അഗ്രഭാഗങ്ങളിലാണ് അല്ലെങ്കിൽ അഗ്രസ്ഥാനങ്ങളിലാണ്. അതുകൊണ്ടാണ് അവിടെ മാത്രം വളർച്ചകൾ നടക്കുന്നത്. ഓക്കെ. അപ്പൊ അത്രയാണ് ഈ ഒരു കലകളെ പറ്റിയിട്ട്, സസ്യകലകളെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. ഇനി സസ്യത്തിൽ കാണുന്ന മറ്റ് കലകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് കോളൻ കൈമ, പാരൻ കൈമ, സ്ക്ലീറൻ കൈമ, അതുപോലെ ഫ്ലോയം സൈലം. ഈ 5 തരം കലകളാണ് എന്തിൽ കാണുന്നത്? സസ്യകലകളിൽ കാണുന്നത്. അപ്പൊ ആദ്യത്തെയാണ് പാരൻ കൈമ. അതെന്താന്ന് നോക്കാം. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നുണ്ടാകുന്നതാണ് പാരൻ കൈമ. മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നവയാണ് ഈ പാരൻ കൈമ. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനുമാണ് ഇവ സഹായിക്കുന്നത്. കോളൻ കൈമയുണ്ട്. കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് ഈ കോളൻ കൈമ. സസ്യഭാഗത്ത് വഴക്കവും താങ്ങും നൽകുന്നത് ഈ കോളൻ കൈമയാണ്. ഇനി അടുത്തതാണ് സ്ക്ലീറൻ കൈമ. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് സ്ക്ലീറൻ കൈമ. സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നതാണ് എന്ത്? സ്ക്ലീറൻ കൈമ. ഇനി വേറെ 2 കലകളാണ്. അതിന് രണ്ടിനും കൂടി പറയുന്ന പേരാണ് സംവാഹന കലകൾ.
ഇനി സസ്യങ്ങളിൽ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം വിവിധ ഭാഗങ്ങളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംവഹനം ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്യുന്ന കലകളെ വിളിക്കുന്ന പേരാണ് സംവഹനക്കലകൾ. ഈ ധർമ്മം നിർവഹിക്കുന്നത് അനുയോജ്യമായ കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ട പ്രത്യേക തരം കലകളാണ്. അപ്പൊ അവയെ സംവഹന കലകൾ എന്ന് നമുക്ക് വിളിക്കാം. പലതരം കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ടവയാകയാൽ ഇവ സങ്കീർണ കലകൾ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ രണ്ടു പേരുണ്ട്, സംവഹന കലകളും സങ്കീർണ കലകളും. സസ്യങ്ങളിലുള്ള രണ്ടു തരം സങ്കീർണ കലകളാണ് സൈലവും ഫ്ലോയവും. അപ്പൊ ആദ്യം സൈലം എന്താണെന്ന് നോക്കാം. സൈലം നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്നു. വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിലേക്ക് എത്തിക്കുന്നത് സൈലമാണ്. അപ്പൊ അതാണ് ഏറ്റവും നന്നായിട്ട് നോക്കി വെക്കേണ്ട ഒരു ഭാഗം. വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിലേക്ക് എത്തിക്കുന്നവരാണ് സൈലം. ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങളാകയാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും കൊടുക്കുന്നു. ഫ്ലോയം കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നതാണ് ഫ്ലോയം. അതും ഒരു കലയാണ്. ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയമാണ്. അപ്പൊ അതാണ് അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയമാണ്. വേരിൽ നിന്നും ജലത്തെയും ലവണത്തെയും ഇലകളിലോട്ട് എത്തിക്കുന്നത് സൈലവും, ഇലകളിൽ പാകം ചെയ്യുന്ന ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലോട്ട് എത്തിക്കുന്നത് ഫ്ലോയവുമാണ്. അപ്പൊ ഇതാണ് സസ്യത്തിൽ കാണുന്ന 5 തരം കലകൾ. പിന്നെ വേറൊരു തരം കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, മെരിസ്റ്റമിക കലകൾ. ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പിക്ചർ നോക്കാം. അതായത് ഏറ്റവും ആദ്യം ഉണ്ടായത് ആറ്റമാണ്. ഇനി ഈ ആറ്റത്തിൽ നിന്നുമാണ് തന്മാത്രകൾ ഉണ്ടായത്, അല്ലെങ്കിൽ ജലകണികകൾ ഉണ്ടായത്. അവയെല്ലാം കൂടി ചേർന്നിട്ടാണ് കോശ അംഗങ്ങൾ ഉണ്ടായത്. ആദ്യം ആറ്റമുണ്ടായി, തന്മാത്ര ഉണ്ടായി, കോശ അംഗമുണ്ടായി, അംഗങ്ങളുണ്ടായി, കോശമുണ്ടായി. കോശങ്ങൾ കൂടി ചേർന്ന് കലകൾ ഉണ്ടായി, അവയവമുണ്ടായി. അവയവങ്ങൾ കൂടി ചേർന്ന് അവയവ്യവസ്ഥകൾ ഫോം ചെയ്തു. അതായത് ഇപ്പൊ ദഹന വ്യവസ്ഥ, ശ്വസന വ്യവസ്ഥ, അതെല്ലാം. നാഡീ വ്യവസ്ഥയ്ക്ക് അവയവ്യവസ്ഥയാണ്. ജീവി ഉണ്ടായി, ജീവി ഗണമുണ്ടായി. അങ്ങനെയാണ് ഇന്ന് കാണുന്ന തരം ജന്തുക്കള് ഈ ലോകത്ത് ഉണ്ടായത്. അപ്പൊ ഇത്രയാണ് കോശത്തെ പറ്റിയും അതുപോലെ തന്നെ കോശങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ടായിട്ടുള്ള കലകളെ പറ്റിയിട്ടും പറയാനുള്ളത്. അപ്പം ഈ 2 ചാപ്റ്റർ, അതായത് ഇപ്പം ഇത് കൊടുത്തിട്ടുള്ളത് സ്റ്റേറ്റ് സിലബസിലെ ബേസിക് സയൻസ് ക്ലാസ് 8ന്റെ ടെക്സ്റ്റ് ബുക്ക് ആണ്. അതിന്റെ യൂണിറ്റ് 1ഉം 2ഉം പഠിച്ചാൽ തന്നെ ഇത് ഫുള്ള് കവർ ആവുന്നുണ്ട്. അപ്പൊ അത് തന്നെ ഫോക്കസ് ചെയ്യാൻ നോക്കാം. ഇത്രയാണ് കോശത്തിന്റെ ഘടനയെ പറ്റിയും അതുപോലെ തന്നെ കലകളെ പറ്റിയിട്ടും പഠിക്കാനുള്ളത്. നമുക്ക് ഒന്നും കൂടി ഒരു ഓവർവ്യൂ പോവാം. ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞു കോശത്തെ കണ്ടുപിടിച്ചത് ആരാണ്? ഏറ്റവും ആദ്യം റോബർട്ട് ഹുക്ക് ആണ്. അതുപോലെ തന്നെ കോശവിജ്ഞാനീയം എന്നാണ് കോശത്തെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേര്. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂക്ലിയസ് ആരാണ് കണ്ടുപിടിച്ചത്? റോബർട്ട് ബ്രൗൺ ആണ്. MJ സ്ലീഡൻ ആണ് സസ്യകോശം കണ്ടുപിടിച്ചത്. തിയോഡർ ഷ്വാൻ ആണ് ജന്തുകോശം കണ്ടുപിടിച്ചത്. റുഡോൾഫ് വിർഷു ആണ് വിഭജിക്കുന്ന കോശങ്ങൾ, അല്ലെങ്കിൽ കോശങ്ങൾ വിഭജിച്ചാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് കണ്ടുപിടിച്ചത് റുഡോൾഫ് വിർഷു ആണ്. ഇനി കോശ സിദ്ധാന്തം അത് കൊണ്ടുവന്നത് MJ സ്ലീഡനും തിയോഡർ ഷ്വാനും കൂടിയിട്ടാണ്. അതിൽ പറയുന്ന 2 കാര്യങ്ങള്, ഒന്ന് എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്. രണ്ടാമത്തെ ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങളാണ് എന്ത്? കോശങ്ങൾ. പിന്നെ കോശത്തിലെ ജീവധർമ്മങ്ങൾ നമ്മൾ പറഞ്ഞു, അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു. പിന്നെ അതുപോലെ പോഷകങ്ങൾ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു, ഉൽപ്പാദിപ്പിക്കുന്നു. അതുപോലെ തന്നെ തന്മാത്രകൾ നിർമ്മിക്കുന്നു. ഇനി സസ്യകോശം, അതിൽ കാണുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ സസ്യകോശത്തിന്റെ ഘടന. പുറമേ കോശഭിത്തിയുണ്ട്, കോശസ്തരമുണ്ട്, അതിനുള്ളിൽ ഒരു മർമ്മമുണ്ട്. അതുപോലെ തന്നെ റൈബോസോം, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, കോശദ്രവ്യം, ഹരിതകണം, മൈറ്റോകോൺട്രിയോൺ, ഫാനം, ഗോൾജി കോംപ്ലക്സ്, ഇതെല്ലാം അതിൻ്റെ ഉള്ളിൽ കാണുന്നതാണ്. സസ്യകോശത്തിൽ മാത്രം കാണുന്നതാണ് കോശഭിത്തിയും ഹരിതകണം, വർണ്ണകണം, ശ്വേതകണം. ഇതെല്ലാം കാണുന്നത് എവിടെയാണ്? സസ്യകോശത്തിൽ മാത്രമാണ്. ഇനി ഇപ്പൊ സസ്യകോശത്തിലായാലും ജന്തുകോശത്തിലായാലും പൊതുവെ പറയുന്ന 2 കാര്യങ്ങളാണ് ജീവസ്തരങ്ങൾ, അതായത് മർമ്മസ്തരം അതുപോലെ തന്നെ കോശസ്തരം. ഇനി ഈ
കോശസ്തരത്തിന് ഉള്ളില് എല്ലാം കൂടിയിട്ട് പറയുന്ന പേരാണ് ജീവദ്രവ്യം. ഇനി മർമ്മം ഒഴികെ ബാക്കിയുള്ള എല്ലാം കൂടിയിട്ട് പറയുന്ന പേരാണ് കോശദ്രവ്യം. കോശദ്രവ്യത്തിൽ കാണുന്ന ഭാഗമാണ് എന്ത്? കോശ അംഗങ്ങൾ. അപ്പൊ നമ്മൾ പിന്നെ പറഞ്ഞത് 5 കോശാംഗങ്ങളെ പറ്റി പറഞ്ഞു. സസ്യകോശത്തിലും ജന്തുകോശത്തിലും ഒരുപോലെ കാണുന്നത്. ഒന്ന് മൈറ്റോകോൺട്രിയോൺ ആണ്, കോശത്തിനുള്ളിലെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നു. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം കോശത്തിനുള്ളിലെ സഞ്ചാരപാത. അതുപോലെ തന്നെ കോശ അസ്ഥികൂടം എന്ന് പറയുന്നതും എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തെയാണ്. റൈബോസോം കോശത്തിന്റെ ഉള്ളിലെ മാംസ നിർമ്മാണ കേന്ദ്രമാണ് എന്ത്? റൈബോസോം. പിന്നെ ഫേനം അതിനു പുറമെയുള്ള മെംബ്രെയിനെ ടോണോപ്ലാസ്റ്റ് അല്ലെങ്കിൽ സ്ഥലത്തിന് ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നു. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കളെല്ലാം ഈ ഒരു ഫാനത്തിലാണ് എടുത്തു വെക്കുന്നത്. ഗോൾജി കോംപ്ലക്സ് രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം ഇതെല്ലാം എടുത്തു വെക്കുന്നത് ഈ ഗോൾജി കോംപ്ലക്സിലാണ്. ഇനി മർമ്മത്തെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് കോശത്തിന്റെ ഉള്ളിലെ എല്ലാ ജീവൽ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഈ മർമ്മമാണ്. ഈ മർമ്മത്തിന് 5 ഭാഗങ്ങളുണ്ട്. മർമ്മസ്തരം, മർമ്മദ്രവ്യം, മർമ്മകം, മർമ്മരന്ധ്രം, അതുപോലെ തന്നെ ക്രൊമാറ്റിൻ, ജാലിക. അപ്പൊ അതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോശത്തിന്റെ ഉള്ളില് മർമ്മം കാണുന്ന ജീവികളെയാണ് യൂക്കാരിയോട്ടുകൾ എന്നും കോശത്തിനുള്ളിൽ മർമ്മം കാണാത്ത ജീവികളെയാണ് പ്രൊക്കാരിയോട്ടുകൾ എന്നും പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് സസ്യകോശത്തിൽ മാത്രം കാണുന്ന ചില കോശാംഗങ്ങളെ പറ്റിയിട്ടാണ്. അതാണ് ജൈവകണങ്ങൾ. ഇപ്പൊ ജൈവകണങ്ങളിൽ 3 തരമുണ്ട്. വർണ്ണകണം, ശ്വേതകണം, ഹരിതകണം. അപ്പൊ അതൊക്കെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ജന്തുകോശത്തിൽ മാത്രം കാണുന്ന 2 കോശ അംഗങ്ങളാണ് സെൻട്രോസോമും ലൈസോസോമും. പിന്നെ നമ്മൾ പറഞ്ഞത് കലകളെ കുറിച്ചിട്ടാണ്. അപ്പം നമ്മൾ ഒരു കോശത്തിൽ നിന്നും ഉണ്ടായതാണെന്ന് നമ്മൾ പറഞ്ഞു. അതാണ് സിക്താണ്ഡം. കലകൾ എന്ന് പറയുമ്പോൾ പലതരം കോശങ്ങൾ, അതായത് ഇപ്പം ഒരൊറ്റ കോശത്തിൽ നിന്നും വിഭജിച്ചു വന്നിട്ടുള്ള കോശങ്ങളുണ്ട്. അവയൊക്കെ കൂടി ഒരു കാര്യമാവും ചെയ്യുന്നുണ്ടാവുക, ഒരു ജോലിയാവും ചെയ്യുന്നുണ്ടാകുക. അപ്പൊ ആ കോശങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നുണ്ടാകുന്നതാണ് എന്ത്? കലകൾ. പിന്നെ വിത്ത് കോശത്തെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഏതെങ്കിലും ഒരു അവയവമായി മാറാനും കഴിവുള്ള കോശങ്ങളാണ് വിത്തുകോശങ്ങൾ. പലതരം ഇപ്പം ജന്തുകലകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ആവരണകല, നാഡീകല, പേശീകല, യോജകകല. ഇനി സസ്യങ്ങളിൽ മാത്രം കാണുന്ന ചില കലകളുണ്ട്. അതാണ് മെരിസ്റ്റമിക് കലകൾ, അതുപോലെ തന്നെ പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, സൈലവും ഫ്ലോയവും. അപ്പൊ ഇത്രയാണ് കലകളെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പം സ്റ്റേറ്റ് സിലബസിന്റെ അതായത് ക്ലാസ് 8 സ്റ്റേറ്റ് സിലബസ് ബേസിക് സയൻസ് അതിലെ ചാപ്റ്റർ 1ഉം 2ഉം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗങ്ങൾ ഫുൾ കവർ ആയി പോവും. അപ്പം അത് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം.